കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു കേട്ടോ, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോകണ്ടേ ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് നമ്മളെ ഭക്തരെ കാണാനായി കാത്തിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പോവാം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ മഞ്ജുളാലിൻ്റെ അവിടെ പോയിട്ട് മഞ്ജുള വാരസ്യാരുടെ ഒന്ന് സ്മരിക്കാം. കാരണം വളരെ ഭക്ത അല്ലേ. അപ്പോൾ കുറൂരമ്മയെ പോലെയൊക്കെയുള്ള ഭക്തമീരയെ പോലെയൊക്കെയുള്ള ഒരു സാധു സ്ത്രീ, അപ്പോൾ അവരെ ഒന്ന് സ്മരിക്കുക. വെങ്കല ഗരുഡൻ്റെ ശില്പം ഒന്ന് കണ്ട് തൊഴുത് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കിഴക്കേ നടയിലുള്ള അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് തൊഴുക. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പുറകിലുള്ള അത്തിമര ഗണപതിയെ ഒന്ന് സുഖമായിട്ട് ദർശിക്കാം. 4 വശത്തുനിന്നും സുഖദർശനമാണ്. അത് കഴിഞ്ഞ് കാര്യസാധ്യമുട്ടറക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ഗോപുരനട കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്. അഭൂതപൂർവമായ തിരക്കാണ്. ഏകദേശം 200-ലധികം കല്യാണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അധികം ബുദ്ധിമുട്ട് ആയിരുന്നു എല്ലാ ഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്കും, ജീവനക്കാർക്കായാലും അതുപോലെ തൊഴാൻ വരുന്നവർക്കായാലും കല്യാണത്തിന് വരുന്നവർക്കായാലും. കാരണം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലം. എന്തായാലും നമുക്കതിലൂടെ തൊഴാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ വാതിൽപ്പടി കയറിയിട്ട് അകത്തേക്ക് നോക്കുക. ഇടതേ വശത്തേക്ക് ഇങ്ങനെ നോക്കുക. ഇടതേ വശത്തേക്ക് നോക്കുമ്പോൾ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. നാരായണീയം എഴുതിയ പീഠം എഴുതിയ പീഠം നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലത്തെ സൈഡിൽ നോക്കിയിട്ട് നരസിംഹാവതാരം ദർശനം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ, നെയ്വിളക്കിൻ്റെ പ്രഭ നമ്മളിലേക്ക് ഇങ്ങനെ എത്തുകയാണ്. അതെത്തിയാൽ തന്നെ നമ്മളെ ഗുരുവായൂരപ്പൻ കണ്ടു എന്നുള്ള നമ്മൾ കാണുന്നത് ഒരു നെയ്വിളക്കിൻ്റെ പ്രഭയാണെങ്കിൽ കൂടി അത് നമ്മളെ വരവ് അറിയിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ്. അതൊരു മനോഹരമായ കാഴ്ചയാണ്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കണ്ടു എന്നാണ്. ഗുരുവായൂരപ്പനെ എത്ര കണ്ടാലും മതിയാവില്ലെങ്കിലും ഒരു നോക്ക് കാണുന്നൊരു കാഴ്ച തന്നെയാണ് ആദ്യ കാഴ്ച എന്ന് പറഞ്ഞാൽ. അത്രയും ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അത് കണ്ട് അങ്ങനെ നോക്കുമ്പോൾ കാൽവളകൾ കാണാണ്ട് 2 കുഞ്ഞി കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു. കാൽവളകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ എന്താ, ഇങ്ങനെ വെറുതെയുള്ളൊരു ചുവന്ന പട്ട് കോണകം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ചെറിയ കുട്ടിയാണ്. അങ്ങനെ നോക്കി അരമണി കാണാണ്ട്, അരമണി കിങ്ങിണിയൊക്കെ അങ്ങനെ വലിയ ഞാന്ന് കിടക്കുന്നു. പിന്നെ മാറിൽ നല്ലൊരു മാങ്ങാമാലയുണ്ട്, ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. പിന്നെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. നെറ്റിയിലും നല്ലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. കൈവളകളുണ്ട്. ഒരു കയ്യിൽ വെണ്ണ ഉണ്ട്, കുറച്ച് വെണ്ണയുള്ളൂ കേട്ടോ. ഇന്നലെയൊക്കെ വെണ്ണ കുടത്തിലല്ലേ തന്നിരുന്നത്, ഇന്നാകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത്രയും ഭക്തോത്തമന്മാർക്ക് മാത്രമാണ് ഇന്നത്തെ വെണ്ണ തരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് വെണ്ണ ധാരാളമായിരുന്നു. കാരണം കുടത്തിലിങ്ങനെ യഥേഷ്ടം വരൂ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഭഗവാൻ ഉണ്ണിക്കണ്ണൻ നിന്നിരുന്നത്. ഇന്നിപ്പോൾ അതില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വൈഷമ്യം ഉണ്ട് മുഖത്ത്. കാരണം എല്ലാവർക്കും കൊടുക്കാൻ തികയില്ലല്ലോന്നേ. എന്നാലും നേദ്യമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമ്പയൊക്കെ അങ്ങനെ വീർത്ത് നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഒരു കയ്യിൽ എന്താ പറയുക, കയ്യിൻ്റെ പിടിയിൽ കുറച്ച് മേലേക്കായിട്ടാണ് കക്ഷത്ത് വെക്കുന്ന പോലെയൊക്കെയാണ് ഓടക്കുഴൽ വെച്ചത്. എന്തോ ഒരു കാര്യത്തിൻ്റെ അതിൽ പോയിട്ടാണ്, അതാണ് കുറച്ച് വെണ്ണയൊക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ആണ് നിൽക്കുന്നത്. എന്തായാലും ഭക്തരെ നോക്കിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ആർക്കാ വേണ്ടിച്ചാൽ തരാമെന്നുള്ള ഭാവത്തിലാണ്. കുറച്ചേ ഉള്ളൂ വെച്ചാലും ഞാൻ തരാം എന്നുള്ള ഒരു ഭാവത്തിലാണ് നിൽക്കണത്. അതിന് തല്ലുകൂടിയപ്പോൾ യശോദാമ്മ കുറച്ച് കൊടുത്തതാണോ എന്നും അറിയില്ല, അതോ കഴിച്ചതിൻ്റെ ബാക്കിയാണോ എന്നും അറിയില്ല. എന്തായാലും ആളുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ അത് നല്ല രസമായിട്ട് കാണാനുണ്ട്. പിന്നെ പീലിത്തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കളഭം കൊണ്ടുള്ള പീലിയാണ്, 3 പീലിയുണ്ട്. തിരുമുടിമാല 2 ഉണ്ട്. വെളുത്ത പൂവിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. പിന്നെ തുളസിയാണ്. അതുപോലെ നല്ല 2 വലിയ 2 ഉണ്ടമാലകൾ, വെളുത്ത പൂവും
തുളസി ആയിട്ടുള്ള അതേപോലെ തന്നെ ഒരേപോലെ അനുപാതത്തിൽ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കിയ മാതിരി നല്ല രസമായിട്ട് അങ്ങനെ ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ ഒരുവിധം മുഴുവനായിട്ടും അത്രയ്ക്കും മുഴുവനല്ല എങ്കിൽ കൂടി ഒരുവിധം മുഴുവനായിട്ടും ആഭരണങ്ങളും പൂക്കളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിക്കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരിക്കുന്നത് മേൽശാന്തി കവപ്ര മാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട് തന്നെയാണ്. അതുപോലെ ഇന്നത്തെ ഈ വെണ്ണക്കണ്ണനെ ചാർത്തിയിരിക്കുന്നത് ചെറിയ ഓദിക്കനാണ്, അതായത് മുന്നൂലം ശ്രീവാസോദിക്കനാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായിട്ട് എന്നും വെണ്ണക്കണ്ണൻ തന്നെയാണ്. വെണ്ണ ഇപ്പോൾ അവിടുത്തെ അഭിഷേകം എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണനെ ഏറ്റവും ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് വെണ്ണയാണെന്ന് തോന്നുന്നു. എന്ന് വരുമ്പോഴും ഇപ്പോൾ വെണ്ണക്കണ്ണൻ്റെ രൂപമാണ് വരുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ തൊഴുതിറങ്ങി നേരെ വരുന്നത് അഗ്നികോണിലേക്ക് നോക്കി തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുതു. അതിന് ശേഷം ചുമരിൻ്റെ അവിടേക്കൊന്ന് നോക്കിയാൽ ആ ചുമർ ചിത്രം ആലിലക്കണ്ണനെ, ആ പച്ച ആലിലയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ടു തൊഴുക. പിന്നീട് നമ്മൾ ചെല്ലുന്നത് സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നെ ഗണപതിനെ കാണാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് തൊഴുക. അവിടെ ഇന്ന് കുറച്ചൊക്കെ അടയാഭരണങ്ങളൊക്കെ ആയിട്ടുണ്ട്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നിറയെ പൂക്കളെ കൊണ്ട് അർച്ചന പ്രസാദം ധാരാളമാണ്. അർച്ചന ധാരാളം ഉണ്ട് അവിടെ. കാരണം ഗുരുവായൂരപ്പൻ്റെ അവിടെ ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ടാണ് അർച്ചന ചെയ്യണേ. അപ്പോൾ പേരും നാളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവിടെ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. ഇവിടെ ഒരു മാല, വെളുത്ത പൂവുകൊണ്ടുള്ളൊരു മാല ഉണ്ട്. ആ കിടാവിളക്ക് ഇങ്ങനെ കത്തണമുണ്ട്. അപ്പോൾ സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിനെ ഒന്ന് തൊട്ട് തലോടാം. അവിടെ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് വീണ്ടും മേൽശാന്തിൽ അവിടെ എത്തുമ്പോൾ ശ്രീവാസോദിക്കൻ അവിടെ ഇരിക്കണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വാമന രൂപം കണ്ട് തൊഴാം. ഗജേന്ദ്രമോക്ഷം കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ അനന്തശായിയായി കിടക്കുന്ന ആനന്ദ ഭഗവാനെ കണ്ട് തൊഴാം. ലക്ഷ്മി വിളക്കിൽ നിറയെ ദീപങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ച് നെയ്യുണ്ട്. നല്ല ഇതായിട്ടുള്ള പ്രസന്ന ഭാവത്തിൽ അങ്ങനെ ഇരിക്കണം. നിറയെ താമരപ്പൂക്കളും തുളസിപ്പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ മാല വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒക്കെ കണ്ട് തൊഴുക. പിന്നീട് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇങ്ങനെ വരുമ്പോൾ ശ്രീരാമചന്ദ്രനും ബലരാമനും അതേപോലെ ഭാർഗവരാമനും ഒക്കെ കണ്ട് ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വരിക. ചെറിയ കൃഷ്ണനുണ്ട് അവിടെ നല്ല തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുരുകനെ കണ്ട് തൊഴാം. മുരുകനെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്ന് ഒരു വെറ്റിലമാലയുണ്ട്. പിന്നെ തെച്ചിയും തുളസിയും കൂടിയുള്ള ഒരു മാലയും ചാർത്തിയിട്ടുണ്ട്. കുറച്ച് കുങ്കുമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. അതിന് ശേഷം കുറച്ചിങ്ങോട്ട് പടിഞ്ഞാറ് മാറി നിന്നാൽ ആ ചുമരിൻ്റെ മുകളിൽ നമ്മൾ താമരക്കണ്ണൻ, ആ സ്ഥാനചലനം വന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ഗ്രില്ല് കാണും. ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ആ മണിക്കിണറ് കണ്ട് തൊഴാം.
പിന്നെ ആ കിടാവിളക്കായിട്ട് നൃത്തറയിൽ ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുകയാണ്. ആ ഒരു രൂപത്തിൽ ആ കുമ്പൊക്കെ ഇങ്ങനെ കുലുക്കി ചാടി കളിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുന്ന പോലെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ ഒരു രൂപത്തിൽ നമുക്ക് ദർശനം നൽകുന്ന പൊന്നുണ്ണിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ കണ്ട് തൊഴുക. അങ്ങനെ തൊഴുത് പിന്നെ ആ കുറൂരമ്മേനി നാരദരി കൃഷ്ണാട്ട ശില്പമൊക്കെ കണ്ട് ആ വസുദേവരും ആ ഒരു കംസൻ്റെ രാജധാനിയിൽ നിന്ന് രക്ഷപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു വിഗ്രഹമാണ് അവിടെ ഉള്ളത്. അതൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പിന്നീട് നമ്മൾ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തിരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്ത് വരിക. ഭഗവതി അതീവ പ്രസന്നയായിട്ട് ഇങ്ങനെ നല്ല ചുവന്ന പട്ടൊക്കെ ഇട്ട് ചന്ദനം ഒക്കെ ചാർത്തി നല്ല കണ്ണെഴുതി പൊട്ട് തൊട്ട് വലിയ പൊട്ടൊക്കെയാണ് തൊട്ടുന്നത്. വലിയ ചുവന്ന പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ട് അതിമനോഹരിയായിട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് അമ്മ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് നേരെ വരുന്നത് കോർണറിലെത്തുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക. അപ്പോൾ മമ്മിയൂരപ്പനെ മമ്മിയൂർക്ക് നോക്കുക. എന്നിട്ട് മനസ്സിൽ മമ്മിയൂരപ്പനെ വെച്ച് പ്രതിഷ്ഠിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം ലഭിച്ച ആ ഒരു പ്രതീതി ഉണ്ടാവും. മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹമായി. അതിനുശേഷം കൊടിമരം നോക്കാം. കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ തുലാഭാര കൗണ്ടർ കാണാം, ആൾരൂപ കൗണ്ടർ കാണാം. അസുഖമുള്ളവർക്കൊക്കെ ആൾരൂപം വഴിപാട് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നേരെ ആ മഞ്ചാടിയൊക്കെ ഇങ്ങനെ കുന്നിക്കുരിയൊക്കെ വാരി നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി നമുക്ക് ശ്രീലകത്തേക്ക് നോക്കാം. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ വെണ്ണക്കണ്ണനെ ഒരിക്കൽ കൂടി കണ്ട് തൊഴുത് ആ കണ്ണനെ എത്ര കണ്ടാലും മതി വരില്ലല്ലോ. അപ്പോൾ എത്ര നേരം കണ്ടാലും മതിയാവാത്ത ആ ഒരു രൂപം കണ്ട് മനസ്സിലേക്ക് അങ്ങനെ ആവാഹിച്ച് തൊഴുക. അതിനുശേഷം അവിടെ നിന്ന് നമസ്കരിച്ച് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്ന് വീണ്ടും ആ വേദപാഠം ചൊല്ലി കേൾപ്പിക്കുന്ന സ്ഥലത്ത് ഏറ്റവും ആ പഴയ നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ ഒന്ന് മാനവേദന് കൃഷ്ണനെ കണ്ണൻ്റെ ദർശനം ലഭിച്ച സ്ഥലത്ത് ഒന്ന് കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് ആ ഒരു നീല പട്ടും വെളുത്ത പട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റി കഴുത്തിൽ മാലയൊക്കെ നല്ല സ്വർണത്തിൻ്റെ മാലയൊക്കെ ഉണ്ട്, വലിയ ഗോപിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയുടെ അടുത്ത് നിന്ന് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നീട് ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്ന കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡ ധ്വജനെയും കണ്ടു തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ പടിഞ്ഞാറേ നടയിൽ ഇറങ്ങി പിന്നെ ആ വടക്കേ ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെ ആ രുദ്രതീർത്ഥം കാണാം. ആ രുദ്രതീർത്ഥക്കുളം ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് നാരായണാലയത്തിലേക്ക് പൂന്താനം പൂജിച്ച വിഗ്രഹമൊക്കെ ഒന്ന് കണ്ടു തൊഴാം. അങ്ങനെ വന്ന് വീണ്ടും നമ്മൾ കിഴക്കേ നടയിൽ വരും. കിഴക്കേ നടയിൽ വന്ന് അവിടെ നിന്ന് ഒന്നും കൂടിയും തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് വരുമ്പോൾ അവിടെ വരുന്ന ആ കൂവളത്തിൻ്റെ മുകളിൽ ശിഖരങ്ങളിങ്ങനെ വന്നു. ചെറിയ ചെറിയ നനുത്ത കൂവളത്തിലകൾ വന്നു. വൈകുന്നേരത്തെ ദീപാരാധനയുടെ സമയത്തുള്ള ആ ദീപം കത്തിച്ച ആ വിളക്കുകളൊക്കെ അങ്ങനെ ഇരിക്കുന്നു, ചെരാതുകളൊക്കെ. അപ്പോൾ ഒന്ന് അവിടെ നിന്ന് തൊഴുത് മഹാദേവനോട് പ്രസാദിക്കാൻ പറയുക. അപ്പനും അമ്മേനെയും നമ്മളെ കാത്തുരക്ഷിക്കാനൊക്കെ ആയിട്ട് പറയുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ആ തിരുമുമ്പിലാണ്, ആ സന്നിധിയിലാണ് എന്ന് ചിന്തിച്ച് ഇത് കേൾക്കുക. അപ്പോൾ അവിടെ നമ്മൾ എത്തിയ പ്രതീതിയാവും, ആ ദിവ്യദർശനം നമുക്ക് ലഭിച്ച പ്രതീതിയാവും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.